ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9 ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തു. ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് S-400. 40 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളെ കണ്ടെത്തുവാനും അവയെ ഒരേ സമയം തകർക്കാനും ഇതിന് സാധിക്കും. 5 S-400 മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയത്. ഇതിൽ 3 ഇപ്പോൾ ഇന്ത്യക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ഡ്രോണുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാത്തരം വ്യോമാക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനുള്ള കഴിവ് ഇതിനുണ്ട്. SA-21 ഗ്രോളർ എന്ന നാറ്റോ നാമകരണം ചെയ്ത S-400-ന് നുഴഞ്ഞുകയറ്റ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെയും നേരിടാൻ കഴിയും. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഒരു ദീർഘദൂര ഉപരിതല എയർ മിസൈൽ സംവിധാനമാണ്. 4 തരം മിസൈലുകളാണ് ഈ സംവിധാനം സജ്ജീകരിക്കുന്നത്. 9M96E, 9M96E2 രണ്ടിന്റെയും ദൂരപരിധി 120 കിലോമീറ്റർ ആണ്. 48N6DM ദൂരപരിധി 250 കിലോമീറ്റർ, 40N6 ദൂരപരിധി 400 കിലോമീറ്റർ എന്നിവ. 600 കിലോമീറ്റർ പരിധിയിലുള്ള വസ്തുക്കൾ വരെ ട്രാക്ക് ചെയ്യാനും 400 കിലോമീറ്റർ പരിധിയിൽ വസ്തുക്കളെ ലക്ഷ്യമിടാനും ഇതിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനൊപ്പം 360 റഡാറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ഭീഷണികൾക്കെതിരെ വേഗത്തിലും വിവിധ തലങ്ങളിലുമുള്ള പ്രതികരണം നൽകുന്നു.